ഞാൻ ഷിഫ്ന. കോരിച്ചൊരിയുന്ന മഴയുള്ള ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മോട് സംവദിക്കാനെത്തുന്നത് ഡോക്ടർ അനീസ് റഹ്മാൻ സാറാണ്. അദ്ദേഹം JNR HSS എടവണ്ണയിലെ പ്രിൻസിപ്പളാണ്. സ്റ്റെപ്പ് അപ്പ് എഡ്യൂക്കേഷണൽ സർവീസിന്റെ ഫൗണ്ടറും സിഇഒയുമാണ്. അദ്ദേഹം എഡ്യൂക്കേഷണൽ കൗൺസിലറും പ്രൊഫഷണൽ എൻട്രൻസ് കോച്ചും ആണ്. വിനയത്തോടെ ഡോക്ടർ അനീസ് റഹ്മാൻ സാറിനെ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലെ ഫെമിന മാഡം, മറ്റ് ഡിവിഷൻ അംഗങ്ങൾ, കൂടാതെ ഡിവിഷൻ പ്രോഗ്രാമിനെ നെഞ്ചിലേറ്റിയ പ്രേക്ഷകർ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് ഡിവിഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഡോക്ടർ അനീസ് റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. മൈക്ക് മ്യൂട്ടാണ് സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. വോയിസ് ക്ലിയർ ആണോ? നല്ല റെയിൻ ഉണ്ട്. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ അതിരാവിലെ നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യം എല്ലാവർക്കും അറിയേണ്ട സുപ്രധാനമായ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടുപേര് ഇന്ന് അതിരാവിലെ അവരുടെ ജീവിതത്തിലെ ഉയർന്ന ജോലിക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടി ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് പോകവേ വലിയൊരു വെഹിക്കിൾ, ഒരു നല്ലൊരു ആഡംബര കാർ റോട്ടിലൂടെ പോകുന്ന വേളയിൽ ആ റോട്ടിലെ ചളി അവരുടെ ദേഹത്തോട്ട് തെറിച്ചു വീഴുകയുണ്ട്. ആ രണ്ട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള അപ്പോഴത്തുള്ള ഒരു മനോഭാവം എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? അവരുടെ ഡ്രസ്സില് ചളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ലക്ഷ്യബോധം എന്തു തന്നെ ആവട്ടെ, ആ ഇന്റർവ്യൂവിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണം, അവിടുത്തെ ആ ജോബ് ലഭിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യണം എന്നായിരിക്കും ഒരാള് ചിന്തിക്കുന്നത്. മറ്റേ ആളുടെ മനസ്സിലും എൻ്റെ ഡ്രസ്സിന്റെ എൻ്റെ അപ്പിയറൻസ് പോയി, എൻ്റെ ഈ ഡ്രസ്സിൽ നിറയെ ചളിയാണ്, നല്ല റെയിനാണ്, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. ഈ രണ്ടുപേരും അവിടെ ഇന്റർവ്യൂവിൽ എത്തിച്ചേരുന്നു. ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അദ്ദേഹത്തിന്റെ ധരിച്ച ഷർട്ടിനെ കുറിച്ചോ പ്രതിസന്ധികളെ കുറിച്ചോ കാലാവസ്ഥയെ കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശങ്കയുമില്ല. അദ്ദേഹം ആ ഇന്റർവ്യൂ വളരെ ഭംഗിയായിട്ട് പാസ്സാവുന്നു. അദ്ദേഹത്തിന് ആ ഉയർന്ന ശമ്പളമുള്ള ജോലി കരസ്ഥമാക്കും. മറ്റേ ഉദ്യോഗാർത്ഥിക്ക് അദ്ദേഹത്തിന് ബിരുദങ്ങളുണ്ട്, അദ്ദേഹത്തിന് നല്ല എബിലിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് രാവിലെ സംഭവിച്ച ആ ഒരു ഇൻസിഡന്റിന് അദ്ദേഹം വിട്ടുന്നിറങ്ങി, അദ്ദേഹത്തിന് ഒരു ആരോ അറിയാതെ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് കഴിയും മറ്റ് കാലാവസ്ഥ അദ്ദേഹത്തിന് ഷർട്ടൊക്കെ നനഞ്ഞത് കൊണ്ടുണ്ടായ മനോഭാവത്താൽ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ആ ഇന്റർവ്യൂ ഫെയിലാവുന്നു. അദ്ദേഹത്തിന് ആ ഉയർന്ന തസ്തികയുടെ ജോലി നഷ്ടമാകും. ഇവിടെ സംഭവിച്ച കാര്യം എന്തായിരിക്കും? രണ്ടുപേരും ഒരേ സ്ഥലത്തുനിന്ന് യാത്ര തുടങ്ങി, ഒരേ സ്ഥലത്തോട്ടുള്ള ഇന്റർവ്യൂവിന് എത്തിച്ചേർന്നു. പക്ഷേ ആ രാവിലത്തെ ഉണ്ടായ സിറ്റുവേഷൻ ഒരാളെ മനസ്സിലെ ലക്ഷ്യബോധത്തെ തകർക്കുകയും മറ്റ് ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലെ ആ ലക്ഷ്യബോധം ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഇന്റർവ്യൂ എങ്ങനെ പാസ്സാവണം എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും.
ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. പക്ഷേ ജീവിത സാഹചര്യങ്ങളും ജീവിത പ്രയാസങ്ങളും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ ജീവിതത്തിൽ നമ്മളാക്കി മാറ്റി നിർത്തുന്ന ഒരേ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മളൊന്നും ചിന്തിക്കാതെ പോകുന്ന നമ്മളെ മനസ്സിന്റെ അറ്റിറ്റ്യൂഡാണ്, എന്ന് പറഞ്ഞാൽ മനോഭാവം. അപ്പൊ സർക്കംസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിൽ ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് വിവിധ സാഹചര്യങ്ങളിലാണ്, വിവിധ പ്രതീക്ഷകളുമായിട്ടാണ്. നമ്മളൊന്നും ഇതിന്റെ ഫലപ്രാപ്തിയിൽ എത്താതെ പോകുന്നത് മനസ്സിലെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സുകളാണ്. നമുക്ക് അവരെ ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചുള്ള നമ്മുടെ പ്രയാസങ്ങൾ, പാസ്റ്റ് നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല. അത് നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുമില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ പ്രസന്റ് സിറ്റുവേഷനാണ്. ചിലർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓവർ തിങ്കിങ്, ഈ അസാധാരണമായ ചിന്തകളാണ് മനുഷ്യനെ വിജയത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്. ഓരോരോ സിറ്റുവേഷൻസും നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, നമ്മുടെ ജോലി ആവട്ടെ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ആവട്ടെ, ജീവിത വിജയം തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. അത് മനോഭാവം എന്ന് പറയുന്നത് one thing can change that can everything. നമ്മുടെ സമ്പത്തോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജീവിത വിജയം തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിത വിജയം തീരുമാനിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഭാവം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ പ്രയാസങ്ങളിൽ ഒരു പരിധി വരെ, ഞാൻ കുട്ടികളൊക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അവിടെ മനോനിലയാണ്, മനസ്സിന്റെ ചിന്തയാണ്. ഇപ്പൊ ഞാനൊരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ എന്ന രീതിയിൽ 15, 16, 17 വയസ്സ് വരുന്ന വിദ്യാർത്ഥികളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ചോദിക്കാറുണ്ട്. അവർക്ക് ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്ന കാര്യം വളരെ കുറവാണ്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് എന്താവണം, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തായി തീരണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആൻസർ അല്ല ഒരു വിദ്യാർത്ഥിയും പറയുന്നത്. കാരണം അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ആൻസർ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഉറച്ച തീരുമാനങ്ങൾ, ഏത് പ്രതിസന്ധി വന്നാൽ നമ്മളാണ് ഇതൊക്കെ തരണം ചെയ്യേണ്ടത്. യുവർ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് യുവർ ക്യാരക്ടർ. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. യുവർ ക്യാരക്ടർ ഡിസൈഡ് യുവർ പേഴ്സണാലിറ്റി. നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് പറയാൻ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ലൈഫില്, അല്ലെങ്കിൽ ലോകത്ത് സൈക്കോളജി പറയുന്ന 3 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഓക്കെ ആയാൽ നിങ്ങൾ ഓക്കെ. എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയും ഒരുപാട് സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം, ഒരു സിറ്റുവേഷൻ, ഒരു ഭക്ഷണം കഴിക്കാൻ പോവുക, ഒരു കല്യാണം വീട്ടിൽ, അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് വേണ്ട ഫുഡുകളൊക്കെ കൃത്യമായിട്ട് കിട്ടി. അപ്പൊ നമ്മൾ ഓക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരൊക്കെ അല്ലെങ്കിൽ നമ്മളെ കാരണം കൊണ്ട് അവരും ഓക്കെ ആയി പോകുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ചിലവരുടെ മനസ്ഥിതി അങ്ങനെയാണ്. ഞാൻ ഓക്കെ ആവണം ഏത് സാഹചര്യത്തിലും, മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ചിന്തിച്ചുകൂടാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കല്യാണ വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയാം. നമ്മൾ ഓക്കെ ആവുമ്പോൾ നമ്മളെ കൈകൊണ്ട് നമ്മൾ ആ വിഭവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, എടുത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ അറിയാതെ നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നു. എല്ലാ വിഭവങ്ങളും ആ തീന്മേശയിൽ ഇരിക്കുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പുറത്തെ ആളുകൾക്ക് കൊടുക്കുന്നു, സഹായിക്കുന്നു. അതിന്റെ ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും ചെയ്യും. എന്നാൽ മ്യൂട്ട് ആയതല്ല, അല്ല സർ, കേൾക്കുന്നുണ്ട് സർ, കണ്ടിന്യൂ ചെയ്തോളൂ. കേൾക്കുന്നുണ്ട് സർ, കണ്ടിന്യൂ ചെയ്തോളൂ. സർ. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു അതേ തീന്മാശിൽ അതേ കല്യാണ വീട്ടില് ഞാൻ ഓക്കെയാണ്, അല്ലേ, ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. മൂന്നാമത്തെ കാറ്റഗറി ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ.
ചിലതാണ് പരീക്ഷയ്ക്കൊക്കെ ചില കുട്ടികൾ അല്ലെ പരീക്ഷയിൽ തോറ്റുപോകും. അപ്പൊ അയാൾക്ക് കിട്ടുന്ന സംതൃപ്തി എന്താ? ഈ കുട്ടി തോറ്റ ഒരു വിദ്യാർത്ഥി ഫ്രണ്ട്സിനോട് ചോദിക്കാടാ നിന്റെ മാർക്ക് എത്രയാ, ഞാനും തോറ്റിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടും, ഞാനും തോറ്റു നീയും തോറ്റു അല്ലെ. ഈ കഴിഞ്ഞു വരുന്ന ഈ വേൾഡ് കപ്പ് ഫുട്ബോളില് അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും അല്ലെ, അർജന്റീന ജയിച്ചാൽ ആ ടീമിലെ ഫാൻസിന് അപ്പുറത്ത് ബ്രസീലായിരിക്കും വിചാരിക്കുന്ന ഞങ്ങളുടെ ടീമും ജയിക്കണം. അപ്പൊ ആ രണ്ട് ഫാൻസ് ഓക്കെയായി. ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, അർജന്റീന ജയിക്കുന്നു ബ്രസീൽ തോറ്റു, അപ്പൊ ഐ ആം ഓക്കെ അവർ നോട്ട് ഓക്കെ. അപ്പൊ അവിടെ വലിയൊരു പ്രോബ്ലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. രണ്ട് ഫാൻസ് തമ്മിൽ അടിയാവാം, അല്ലെങ്കിൽ കച്ചറയാവാം, ഒക്കെ ആവാം. മൂന്നാമത്തെ കാറ്റഗറിയോ, അപ്പൊ ഈ ബ്രസീൽ ഫാൻസ് ഇങ്ങനെ തോറ്റിരിക്കുക, അവര് ഓക്കെ അല്ല. അപ്പൊ എന്ത് ചെയ്യും, അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും ഈ അർജന്റീന ടീം ഒന്ന് തോറ്റു കിട്ടണമെന്നാണ്. അപ്പൊ മൂന്നാമത്തെ കാറ്റഗറിയിൽ എന്താണ്, ഞാൻ എന്തായാലും ഓക്കെ ആയില്ല, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് ഈ സിറ്റുവേഷൻസ്. ഈ മൂന്ന് സിറ്റുവേഷനും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാം. നമ്മൾ ഓക്കെ ആയിട്ട് മറ്റുള്ളവരെ ഓക്കെ ആക്കണമെന്നല്ല, പക്ഷെ അപ്പൊ നമ്മളാണ് ആദ്യം ഓക്കെ ആവേണ്ടത്. അപ്പൊ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന കോൺസെപ്റ്റില് നമ്മൾ ജീവിച്ചാൽ ഏത് സാഹചര്യവും ഏത് സന്ദർഭവും നമ്മൾ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ ജീവിതത്തിൽ നമുക്കെല്ലാം സംഭവിക്കും. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്, ഞാൻ ഒരു വെഹിക്കിളിനോട് ഉപമിച്ച് പറഞ്ഞു തരാം. നമ്മുടെ യാത്ര ചെയ്യുന്നവരാണ്, ഏറ്റവും മനോഹരമായ വണ്ടികളിൽ യാത്ര ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബെൻസ് ആവട്ടെ, BMW ആവട്ടെ, ഏറ്റവും മനോഹരമായ വെഹിക്കിൾസ്, ഓട്ടോറിക്ഷ ആവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മളൊക്കെ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിഫറെന്റ് കാറിൽ യാത്ര ചെയ്താലും, എത്ര സൗകര്യമുള്ള കാറിൽ യാത്ര ചെയ്താലും ആ കാറിന്റെ ടയർ ഒന്ന് പഞ്ചറായ അവിടെ തീർന്നു ആ യാത്ര. അതുപോലെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരു വെഹിക്കിളിന്റെ ടയറിനോട് ഉപമിക്കാം. 4 ടയറും ഒരുപോലെ, അല്ലെങ്കിൽ ആ വെഹിക്കിളിന്റെ ടയർ ഒന്ന് പഞ്ചറായാൽ തീർന്നു പോകുന്നതാണ് ആ സിറ്റുവേഷനിലെ എല്ലാ കാര്യങ്ങളും. അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഹൗ ടു ഫേസ് ദ സിറ്റുവേഷൻസ്, how to face the circumstances, how to face the problem, how to face the challenge. അവിടെയാണ് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം. പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് നമ്മൾ ഒരു ക്ലാസ് കേട്ട് പഠിക്കേണ്ട ഒന്നല്ല. പ്രോബ്ലം സോൾവിങ് സ്കിൽ, എന്റെ പ്രോബ്ലം ഞാൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണ് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്നത്. നമ്മളെ ആരും സഹായിക്കാറില്ല, നമ്മുടെ സന്തോഷം ആരും കൊണ്ടുവരുന്നതല്ല, നമ്മുടെ സങ്കടവും ആരും കൊണ്ടുവരുന്നതല്ല. നമ്മുടെ സന്തോഷവും സങ്കടവും ഹാപ്പിനെസ്സും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഔട്ട്കംസ് എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസസ്, നമ്മുടെ ചുറ്റുപാടുകളും പ്ലസ് ആറ്റിറ്റ്യൂഡ് ഗീവ്സ് ഔട്ട്കംസ്, ഗീവ്സ് പേഴ്സണാലിറ്റി, ഗീവ്സ് ക്യാരക്ടർ. അപ്പൊ ചുറ്റുപാടും സറൗണ്ടിങ്സ് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇന്ന് ഹെവി റെയിൻ ആണ്, ഇന്ന് സ്കൂളില്ല. അപ്പൊ ഒരുപാട് കുട്ടികൾ ഇന്ന് റെഡ് അലർട്ട് ആയിട്ട് സന്തോഷിക്കുന്നു, വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. എന്നാൽ ചില കുട്ടികൾക്ക് സങ്കടമാണെന്ന് വലിയ വലിയ മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ വലിയ വലിയ മത്സരാർത്ഥികൾക്ക് ഇന്ന് ഒരുപാട് മത്സര പരീക്ഷകൾക്ക് പോവേണ്ടി വരും. അവർക്ക് ഇന്നത്തെ ഈ രാവിലെ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും ഗുഡല്ല. പിന്നെ എങ്ങനെ ഈ സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റും? നമ്മുടെ കയ്യിലല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ഒന്നും നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ രക്തബന്ധങ്ങളാവട്ടെ, ആരും നമ്മുടെ കയ്യിലല്ല ഒരു കാര്യത്തിലും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ വില കുറഞ്ഞെന്നല്ല, നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാതെ പോകുന്ന അല്ലെ, ഒരു 2 കോടി 3 കോടി 5 കോടിക്ക് വില വരുന്ന വെഹിക്കിൾസ് പോലും നമ്മൾ വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളാരും അതിന്റെ ടയറിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഇന്നേ വരെ നമ്മളൊക്കെ വാഹനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഈ വണ്ടിയുടെ ടയർ ഏത് കമ്പനിയാണ്, ഈ വണ്ടിയുടെ ടയറിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ആരും ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്വാളിറ്റീസ്. നമ്മുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമ്മുടെ പുറമോടിയോ നമ്മുടെ സമ്പത്തോ മറ്റു കാര്യങ്ങളല്ല, നമ്മ മറ്റുള്ളവരോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു
ആ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഈ പൊതുജനങ്ങളും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ സമൂഹം നമ്മളെ നോക്കിക്കാണുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിലൂടെ മാത്രമാണ്. അപ്പൊ ഒരു ചെറിയ കാര്യവും വലിയ കാര്യം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മനസ്സാക്ഷിക്കനുസരിച്ച് അല്ലെങ്കിൽ മനോഭാവത്തിനനുസരിച്ചാണ്, അല്ലേ? കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ബിരിയാണി കഴിച്ചത് കൊണ്ട് ലോകത്തിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചു എന്ന് ആരും പറയാറില്ല. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു നേരം 10 രൂപയുടെ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചത് കൊണ്ടും ഈ ലോകത്താരും തളർന്നു പോയിട്ടുമില്ല, അല്ലെ? എനിക്കിന്ന് ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്കിന്ന് ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് റെഡ് അലേർട്ടാണ്, ഞാൻ എന്താണെന്ന് ചെയ്യേണ്ടത്? ഈ ക്ലാസ് കഴിഞ്ഞ് 7 മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ കൂടെ ഞാൻ കളിക്കാൻ പോകുന്നു. അവിടുത്തെ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. അവിടെ ഞാൻ കളിയിൽ തോൽക്കുന്നു, ജയിക്കുന്നു. തോറ്റവർ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ബെറ്റൊക്കെ വെച്ച് കളിക്കുമ്പോൾ എന്തെയാണ്? തോറ്റവർക്ക് സങ്കടമായിരിക്കും, ജയിച്ച എനിക്ക് ഇന്ന് സന്തോഷമാണ്. അത്രയാണ്. ജീവിതം എപ്പോഴും മത്സരങ്ങളാണ്, ഓരോ മൊമെന്റും മത്സരങ്ങളാണ്. ആ മത്സരത്തിൽ തോറ്റുപോവാം, പക്ഷെ തോറ്റുപോയവനെ കൂടെ ചേർത്ത് നിൽക്കുന്ന രംഗമുണ്ട്. ഞാൻ കഴിഞ്ഞ സ്പോർട്സ് മീറ്റ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒളിമ്പിക്സിന് അല്ലെ ജയിച്ച ഒന്നാമൻ ആ സ്വർണ്ണ മെഡൽ രണ്ടാമന് ചാർത്തി കൊടുക്കുന്ന രൂപം, അല്ലെങ്കിൽ ഒരേ പോയിന്റ് നിലയിൽ ഗോൾഡ് മെഡൽ രണ്ടുപേർക്കും നിശ്ചയിക്കുമ്പോൾ, അല്ലെ, ഖത്തറിന്റെ അത്ലറ്റ്സിന്റെ പേര് ഞാൻ മറന്നുപോയി, അവർക്ക് കൊടുക്കുമ്പോൾ ലോകം അവരെ കാണുന്ന ഒരു കാഴ്ച. അല്ലെങ്കിൽ ഒരു വിജയം നേടിയിട്ട് അമിതമായി ആഹ്ലാദിക്കുന്നത്, അമിതമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കൊരു ബോർ പരിപാടിയാണ്, അല്ലെ? അതൊന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോ അല്ലെ ഒരു ഫുട്ബോൾ മത്സരം തോറ്റ് ആ തോറ്റ ശേഷം ആ പ്ലേയേഴ്സ് മറ്റ് പ്ലേയേഴ്സിനോട് പെരുമാറുന്ന രംഗങ്ങളൊക്കെ ഇത് സമൂഹ മാധ്യമത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ, അല്ലെ? അപ്പൊ ഞാനൊരു ടീമിന്റെയും ഫാൻസ് ആയിട്ട് പറയല്ല, പക്ഷെ ജയിച്ച ശേഷം മറ്റേ ടീം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജയിച്ച ഒരു വിദ്യാർത്ഥി സഹപ്രവർത്തകരോട് ചെയ്യുന്നത്, ജീവിതത്തിൽ വിജയിച്ച ഒരാൾ അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും സമ്പന്നനായ ഒരാൾ പെരുമാറുന്നത്, ഈ പെരുമാറ്റമാണ് നമ്മൾ ഓരോരുത്തരെയും മെഷർ ചെയ്യുന്നത്. നമുക്ക് 100 അല്ലെങ്കിൽ 150 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് കുടുംബക്കാരുണ്ടെങ്കിലും, ഒരുപാട് മറ്റ് കാര്യങ്ങളോ നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും, നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ ഗ്രേഡ് പോയിന്റ്സുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ എന്നെ ആര് സഹായിക്കും? നമുക്കറിയാം, 1, 2, 3 നമുക്ക് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുകളുണ്ട്. ചിലപ്പോൾ ഒരുപാട് പൈസയുള്ള ഒരു സുഹൃത്തിനോട് നമ്മൾ അത്യാവശ്യം പൈസ കടം ചോദിച്ച് തരണമെന്നില്ല. കാരണം അദ്ദേഹം നിങ്ങളെ കണക്കാക്കിയത് പൈസ ഇല്ലാത്ത ആളുകളാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അയാൾ തരണമെന്നില്ല. പക്ഷെ ആ സുഹൃത്ത് നിങ്ങളെ ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, പൈസ എന്നല്ല, ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ ജീവിതകാലം മൊത്തത്തിൽ ആ സുഹൃത്തിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്, അല്ലെ, നമ്മളൊക്കെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളാവട്ടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളാവട്ടെ, രക്തബന്ധങ്ങളാവട്ടെ, എല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ മനസ്സിലെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം അനുസരിച്ച് തന്നെ. അപ്പൊ നമ്മളെ വീട്ടിലോട്ട് ഗസ്റ്റ് വരുമ്പോൾ നമ്മളൊന്ന് ഓർത്തു പോകും. നമ്മളെ വീട്ടിലോട്ട് പലതരം ടൈപ്പ് ഗസ്റ്റ് വരാറുണ്ട്, അല്ലെ? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഗസ്റ്റ് വരുമ്പോൾ ഉമ്മാന്റെ മനസ്സിലെ ഉമ്മ പറയും അച്ഛനോട് അല്ലെ ഉപ്പയോട് ചിക്കൻ കൊണ്ടുവരണം, അല്ലെ പലഹാരങ്ങൾ വേണം. കാരണം ഉമ്മാക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ നല്ല അതിയായ ആഗ്രഹം. അപ്പൊ ഉമ്മാന്റെ ഗസ്റ്റ് ആകുമ്പോൾ അങ്ങനെയാണ് വീട്ടിന്റെ സിറ്റുവേഷൻ. എന്നാൽ ഉപ്പയുടെ ഗസ്റ്റ് വരുമ്പോഴോ ഇതുപോലെ ഉമ്മ, അല്ലെ? അപ്പൊ ഉമ്മാക്ക് അത്ര താല്പര്യമില്ല. ഉപ്പാന്റെ ഗസ്റ്റ് വരുമ്പോൾ ഉപ്പയാണ് അവിടെ സിറ്റുവേഷൻ, അല്ലെ, എല്ലാ സാധനവും അറേഞ്ച് ചെയ്തിട്ട്, കാരണം നമുക്ക് അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം. അങ്ങനെയാണ് ഓരോരുത്തരും. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്കെന്തും എല്ലാം തുറന്നു പറയുന്ന ഒരാളോടാണ് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഒന്നിൽ ഒതുങ്ങണം എന്നല്ല. നമ്മുടെ 1 തൊട്ട് 100 വരെ എഴുതാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സുഹൃത്തുക്കൾ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വിജയിച്ചവൻ, ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിനെസ് ലഭിച്ചവൻ അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ അവളായിരിക്കും. അതാണ് സൈക്കോളജി പറയുന്നത്. പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ വെദർ ടു സേ യെസ് ഓർ വെദർ ടു സേ നോ, ഇന്നത്തെ സൊസൈറ്റിക്ക് അത് അറിയില്ല. നമ്മുടെ ആത്മമിത്രമാണ്. നമ്മൾ എല്ലാത്തിനും യെസ് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകൾ വിലയിരുത്താറുണ്ട്. നമ്മൾ അവര് കട്ട ചങ്ക എന്ന് പറയാം, കട്ട ഫാനാന്നൊക്കെ പറയും.
അപ്പൊ അവനൊരു സിറ്റുവേഷനിലൂടെ, ഒരു മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ നമ്മൾ വിളിക്കുന്നു, നമ്മൾ പോവും. നമ്മൾ ഫ്രണ്ട് അല്ലേ, അവൻ എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ പോയില്ലെങ്കിൽ മോശമല്ലേ. അവൻ ഒരാളോട് തല്ലുകൂടാൻ പോകുന്നു, അല്ലെങ്കിൽ അവൻ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലോട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നോ, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരാളെ കൂടെ പോകുമ്പോൾ അയാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മളാണ്, അയാൾ എന്ത് ചിന്തിക്കുന്നു എന്നല്ല നമ്മൾ കരുതേണ്ടത്. നമ്മള് ആത്മാഭിമാനം, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ കളഞ്ഞ് എവിടെയും പോകല്ല. അതുകൊണ്ട് ചില ആളുകളോട് നമ്മൾ നോ പറയേണ്ടി വരും, ചില ആളുകളോട് നമ്മൾ എസ് പറയേണ്ടി വരും. ചില സിറ്റുവേഷനോട് നമ്മൾ എസ് പറയേണ്ടി വരും, ചില സിറ്റുവേഷനോട് നമ്മൾ നോ പറയേണ്ടി വരും. വെദർ ടു സേ യെസ്, വെദർ ടു സേ നോ, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ കീ ഫോർ ടു സക്സസ്, കീ ഫോർ ടു ക്രിയേറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആറ്റിറ്റ്യൂഡിന്റെ ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വളരെ കുറഞ്ഞ സമയത്ത്. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഇനിയും സങ്കടങ്ങൾ വരാനുണ്ട്, ഇനിയും സന്തോഷങ്ങൾ വരാനുണ്ട്. നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ വേവ് പോലെയാണ്, തരംഗം പോലെയാണ്. ഇന്ന് സന്തോഷമുള്ള ആൾക്ക് നാളെയും സന്തോഷം കിട്ടണമെന്നില്ല. ഇന്ന് സങ്കടമുള്ള ആൾക്ക് നാളെ സങ്കടം ആവണം എന്ന് അർത്ഥവുമില്ല. സങ്കടവും സന്തോഷവും, ചൂടും തണുപ്പും, കറുപ്പും വെളുപ്പും ഒക്കെ ഈ പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ബീർബലിനോട് അന്ന് ബീർബലിന്റെ മന്ത്രി പറഞ്ഞ്, ഈ സമയവും കടന്നു പോകും. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഈ സമയം എന്നുണ്ട്. എന്നും ഹെവി റെയിൻ അല്ല, എന്നും റെഡ് അലേർട്ട് അല്ല, എന്നും ചൂടല്ല, എന്നും തണുപ്പല്ല, എന്നും സുഖ സൗകര്യങ്ങളില്ല, എന്നും ആരോഗ്യമില്ല എന്ന് നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് ചിന്തിക്കണം. അപ്പൊ എല്ലാ സമയവും കടന്നു പോകും. പക്ഷേ ഒരിക്കലും കടന്നു പോവാതെ, ഒരിക്കലും ഈ ലോകം, ഈ പ്രപഞ്ചം നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ദാറ്റ് വൺ തിങ് ക്യാൻ ചേഞ്ച് എവരിതിങ്. ഞാൻ അവസാനമായിട്ട് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിത എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് പാറ്റേൺ കണ്ട അന്നത്തെ ന്യൂജം പറയും, അത് അദ്ദേഹം വളരെ പാവപ്പെട്ട വീട്ടിൽ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് സമരം ചെയ്തെന്നൊക്കെ എന്ത് ചെയ്യും, മനസ്സിലാക്കിയിട്ടാണ്. കാരണം നമ്മൾ പുതിയ ജനറേഷൻ അങ്ങനെയാണ്, അവർ കാണുന്നത് ഗാന്ധിജിയുടെ ആ ദണ്ഡിയാത്രയുടെ വേഷത്തിലുള്ള അല്ലെങ്കിൽ പൈസയുടെ ആ ഫോട്ടോ മാത്രം. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് ഈ സിറ്റുവേഷൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്ന ഒരു അനുഭവം എവിടെ നിന്നാണ് ഉണ്ടായത്? അദ്ദേഹം ഏറ്റവും സമ്പൂർണമായി ജീവിക്കുന്ന കാലഘട്ടം, ലോയറായിട്ട് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വെളുത്തവർ സഞ്ചരിക്കുന്ന തീവണ്ടി യാത്രയിൽ ഇദ്ദേഹം കയറിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ പുറത്താക്കി അയാൾക്കുണ്ടായ സിറ്റുവേഷൻ. സുട്ടും കൂട്ടൊക്കെ അന്നത്തെ കാലത്ത് ധരിച്ച ഏറ്റവും പ്രശസ്തനായ ലോയറായിരുന്ന മഹാത്മാഗാന്ധിക്ക് ആ ട്രെയിനിൽ നടക്കുന്ന സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നും നമ്മളാരും സ്വതന്ത്രരല്ലായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇന്ത്യയിൽ വന്നു. വടിയും വാളും തോക്കുമെന്നല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രിൻസിപ്പിൾ, നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്ന, ആരെന്ത് ചെയ്താലും ക്ഷമയോടുകൂടി, ബി പേഷ്യന്റ്, ബി സൈലന്റ്, ബി സ്മൈൽ. ഈ 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഗാന്ധിജി പഠിപ്പിച്ച തത്വം അതാണ്. നമ്മൾ പേഷ്യന്റ് ആയിരിക്കും, ഒരുപാട് കാര്യം നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ ഇന്നും നമ്മൾ കൊണ്ടുപോകുന്നു നമ്മൾ ക്ഷമിച്ചത് കൊണ്ടാണ്. അവർ നമ്മോട് ചെയ്ത ഒരുപാട് പരാക്രമങ്ങൾ ഉണ്ടാവും നമുക്ക്, എന്നാലും നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ അവന്റെ കൂടെ നടക്കുന്നത് അവൻ എന്താന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ക്ഷമയോട് ആ കാര്യം ഈ പേഷ്യൻ്റായി നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും നമ്മുടെ സുഹൃത്ത് വലയത്തിൽ അവളെ അല്ലെങ്കിൽ അവനെ നമ്മൾ എണ്ണി നോക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും നമ്മുടെ കുടുംബമായിട്ട് അവൻ അല്ലെങ്കിൽ അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ക്ഷമയാണ്. അതുപോലെ ജീവിതത്തിൽ എപ്പോഴും ചിരിക്കാൻ മറന്ന പോലെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ഈ പബ്ലിക് ഇലക്ഷൻ. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചിരിക്കാറില്ല. ഇല്ല, ഇന്നത്തെ സ്റ്റിക്കർ പോലും ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചിരിക്കാൻ പഠിക്കണം, സ്മൈൽ. ആരോടും ചിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി വരണം.
വെറുതെ ചിരിച്ചാൽ നമ്മോട് ചിരിച്ചതാന്ന് പോലും അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അല്ലെ. അപ്പൊ ചിരിക്കുമ്പോ ബി സ്മൈൽ അല്ലെ, നമുക്ക് ചിരിക്കാൻ പറ്റണം. ആരോടെ ചിരിക്കും? വരുടെ കൂടെ, ഏറ്റവും നമ്മോട് സ്നേഹത്തോട് പെരുമാറുന്നവരുടെ കൂടെ. ഞാൻ അങ്ങോട്ട് ചിരിച്ചാൽ തിരിച്ച് എന്നോടും ചിരിക്കുന്നവരാണ്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യം. നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ ഇങ്ങോട്ട് ദേഷ്യം വരുന്നു. അത് നമ്മൾ ഇപ്പോൾ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. നിങ്ങൾ കൊച്ചുകുട്ടിയോട് ഒന്ന് ചിരിച്ചു നോക്കുക, അല്ലെങ്കിൽ വയല് നടന്നു പോകുമ്പോൾ ഒന്ന് ചിരിച്ചാൽ തിരിച്ചു അയാൾ ചിരിക്കും. ഒരു വയ്യാത്രക്കനോട് വെറുതെ പോയിട്ട് ഒന്ന് തട്ടിക്കയറിയാൽ തിരിച്ചു അയാളും അല്ലെ. പിന്നെ തിരിച്ച് പറയാത്തവരൊക്കെ അവർക്ക് ഇത് ഇങ്ങനത്തെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അവർക്ക് ജീവിത മൂല്യങ്ങൾ അറിയാം. നമ്മൾ അങ്ങോട്ട് അല്ലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ കാമായിട്ട് സൈലന്റ് ആയിട്ട്, അതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം. ബി സൈലന്റ് അല്ലെ. ചില മൗനം, സൈലന്റ് ഈസ് വയലന്റ് എന്നാ പറയാം. ചില പ്രശസ്ത സൈക്കോളജിസ്റ്റ് അങ്ങനെയാ പറഞ്ഞു. ഒരു സൈലന്റ് കൊണ്ട് അല്ലെ, സൈലന്റും വയലന്റും നമുക്ക് അല്ലെ, സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ അയാൾ എന്താണ് നെക്സ്റ്റ് മൊമെന്റ് എന്ന് നമ്മൾ പേടിച്ചു പോകും. കാരണം നമ്മൾ വലിയ സിറ്റുവേഷൻ ഒക്കെ ചെയ്ത് ഇയാൾ വളരെ സൈലന്റ് ആയിട്ട് കാമായിട്ട് നിൽക്കുക, ഇയാൾ ഒന്നും പറയുന്നില്ല, ബാക്കിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നെക്സ്റ്റ് അയാളെ മൊമെന്റ് എന്താണ്, നെക്സ്റ്റ് അയാൾ എന്താണ് നമ്മോട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ചില സിറ്റുവേഷനിൽ അല്ലെ പലപ്പോഴും നമുക്ക് ചില സദസ്സിലൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെ നമ്മളെ ഒരുപാട് നമുക്ക് അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് വരാം. സിറ്റുവേഷൻസ് പറയാനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം, one thing can change everything. You are must underline your attitude. Your attitude decide your future. Your attitude decide your happiness. Your attitude decide your success. Your attitude decide your problems. ഒക്കെ നമ്മുടെ attitude എന്ന മഹത്തായ ചെറിയ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മെമ്മറിയിൽ വരാൻ നമ്മൾ ഒരു സിറ്റുവേഷനില്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ബ്രെയിൻ ഈസ് വൺ ഓഫ് ദി ഫോം ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയേണ്ടി വരും. ബുദ്ധി എന്ന് പറയുന്ന കാര്യമാണ്. തനിക്ക് ബുദ്ധിയില്ലടോ എന്ന് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ആളുകൾ. കാരണം ആ സിറ്റുവേഷനിൽ താൻ അങ്ങനെയല്ല പെരുമാറണമെന്ന് തിരുത്തുന്ന നമ്മുടെ ഫ്രണ്ട്സുകളുണ്ട്, കൂട്ടുകാരുണ്ട്, കൂട്ടുകാരികളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ സിറ്റുവേഷൻസ്. എല്ലാവർക്കും ഈ ലോകത്ത് ഒരേ സിറ്റുവേഷൻ അല്ല. അത് എൻ്റെ അച്ഛൻ വേറെയാണ്, എൻ്റെ അമ്മ വേറെയാണ്, നിങ്ങളുടെ അച്ഛൻ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ സ്വഭാവമല്ല നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ അമ്മയ്ക്ക്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുന്ന ക്യാരക്ടർ അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. എൻ്റെ സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ സിറ്റുവേഷൻ. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സിറ്റുവേഷനാണ്. അപ്പൊ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എന്നും ഒരേ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ജീവിക്കാൻ ഒക്കെയത്തില്ല. അതുകൊണ്ട് ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇന്ന് തൊട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും നല്ലൊരു പോയിന്റ് ആണ്, ദാറ്റ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ്. എൻ്റെ ആറ്റിറ്റ്യൂഡാണ് എന്താണ് ഓരോരുത്തരോടും. അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ പോകുന്ന നേരത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, അല്ല എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചം നമ്മൾ ഈ അവസ്ഥകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ഇന്നത്തെ 24 മണിക്കൂറിൽ നമുക്ക് വരാൻ പോകുന്ന എന്തൊക്കെ സിറ്റുവേഷൻ എന്ന് ദൈവത്തിനറിയാം. ആ ഓരോ സിറ്റുവേഷനിലും നമ്മുടെ മികച്ച വിജയമായി തീർക്കുന്നത് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. സോ യുവർ ആറ്റിറ്റ്യൂഡ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ക്ലാസ് ചെറിയ സമയത്തിലെടുത്ത് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. മന ഏവ മനുഷ്യനാം കാരണം ബന്ധമോക്ഷയോ. മനുഷ്യന്റെ ബന്ധനത്തിനും മുക്തിക്കും അവന്റെ വിജയത്തിനും പരാജയത്തിനും കാരണം മനസ്സ് അഥവാ മനോഭാവം തന്നെയാണ്. ഈ ശ്ലോകം അടിവരയിടുന്നത് പോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ
കേൾക്കുന്നില്ലല്ലോ. ജീവിതത്തിൽ വളർത്തിയെടുക്കാമെന്നും പ്രതികൂല എത്രത്തോളം അത്യാവശ്യമാണെന്നും സിജി മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റി എഴുതാം എന്ന വലിയൊരു പാഠമാണ് ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. ഇത്രയും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നയിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഡിവിഷൻ അതോടൊപ്പം തുടക്കം സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ ആത്മാർത്ഥതയോടെയും അച്ചടക്കത്തോടെയും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും ഡിവിഷൻ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഈ പോസിറ്റീവ് എനർജിയാണ് ഈ പ്രോഗ്രാമിനെ ഇത്രയും വിജയിപ്പിച്ചത്. ഇവിടെ നിന്ന് ഉൾക്കൊണ്ട നല്ല മനോഭാവം വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. നാളെ പുതിയൊരു വിഷയവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഓൾ.